പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 14-ാം വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പുരാണത്തിലെ 5-ാം അധ്യായത്തിലെ യദുവംശത്തിൻ്റെ വിവരണം തുടരുകയാണ്. അക്രൂരൻ്റെ യാത്രയ്ക്ക് ശേഷം നന്ദൻ ഗോപന്മാരോടൊപ്പം മധുരയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് തന്നെ അവർ കൃഷ്ണനെയും ബലരാമനെയും കണ്ടുമുട്ടി. തുടർന്ന് എല്ലാവരും ഒരുമിച്ച് മധുരയിലെത്തുന്നു. അവിടെ അവരൊരു ഉദ്യാനത്തിൽ താമസിച്ചു. അധികം വൈകാതെ പിതാവിൻ്റെ അനുവാദത്തോടെ 2 സഹോദരന്മാരും മധുര നഗരം കാണാൻ പുറപ്പെട്ടു. മധുര തീർച്ചയായും മനോഹരമായ പട്ടണമായിരുന്നു. മധുരയിലെ എല്ലാ നിവാസികളും കൃഷ്ണനെയും ബലരാമനെയും കാണുവാൻ വഴികളിലും മട്ടുപ്പാവിലും മാളികകളുടെ ജനലുകളിലും തടിച്ചുകൂടി. വഴിയിൽ അവർ സുന്ദരിയും എന്നാൽ കൂനുള്ളവളും വളഞ്ഞിരിക്കുന്നതുമായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. ഞാൻ കംസന്റെ ദാസിയായ കുബ്ജയാണെന്ന് അവൾ സ്വയം അവരെ പരിചയപ്പെടുത്തി. രാജകുടുംബത്തിലെ അംഗങ്ങളെ ചന്ദനലേപം പുരട്ടുക എന്നതായിരുന്നു അവളുടെ കടമ. എന്നെ ചന്ദനലേപം പുരട്ടുമോ എന്ന് അവളോട് ചോദിച്ചു. അവളുടെ മറുപടി ആശ്ചര്യജനകമായിരുന്നു. മനോമോഹന, ചന്ദനലേപം പുരട്ടുന്നതിന് നിന്നേക്കാൾ യോജിച്ച മറ്റൊരാളെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ അവൾ ഭഗവാന്റെ നെറ്റിയിൽ കുങ്കുമം പൂശി. ദൗ എന്ന് വിളിക്കപ്പെടുന്ന ബലരാമന്റെ നെറ്റിയിലും ചന്ദനലേപം പുരട്ടി. മറ്റുള്ള ഗോപാലന്മാർ ബാക്കിയുള്ള ചന്ദനലേപം മുഴുവൻ അവരുടെ നെറ്റിയിൽ പുരട്ടി. അപ്പോൾ ഭഗവാൻ തൻ്റെ കാലുകൊണ്ട് അവളുടെ കാലിൽ ചവിട്ടി താടിയിൽ കൈകൊണ്ട് പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അതോടെ അവളുടെ തലയ്ക്ക് ഒരു ചെറിയ വിറയൽ അനുഭവപ്പെടുകയും നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ കൂന് നിവരുകയും അവൾ അത്യധികം സൗന്ദര്യം നേടുകയും ചെയ്തു. കുബ്ജ ഭഗവാന്റെ സ്നേഹത്തിനായി യാചിച്ചു. ഭാവിയിൽ തീർച്ചയായും ഒരു കൂടിക്കാഴ്ച നടത്താമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് ഭഗവാൻ നടന്നു നീങ്ങി. കുബ്ജയ്ക്ക് രോഗശാന്തി നൽകിയ ശേഷം ഭഗവാൻ കൃഷ്ണനും മറ്റു ഗോപന്മാരും കൂടി മുൻപോട്ട് നീങ്ങി. പോകും വഴിയെ ഒരു ഉയർന്ന നിർദ്ദിഷ്ട വേദിയിൽ ഒരു വില്ല് വെച്ചിരിക്കുന്നതവർ കണ്ടു. നിരവധി ശക്തരായ കാവൽക്കാർ അതിന് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ ആ വേദിയിലേക്ക് പ്രവേശിച്ച് ലാഘവത്തോടെ വില്ല് ഉയർത്തി ഛേദിച്ചു കളഞ്ഞു. അതോടെ ചുറ്റുനിന്നും വലിയ കരഘോഷങ്ങൾ മുഴങ്ങി. ബലരാമനപ്പോൾ പറഞ്ഞു, കൃഷ്ണ, ഇപ്പോൾ ഇവിടെ ജനക്കൂട്ടം വർദ്ധിക്കും. അതിനാൽ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്നും രക്ഷപ്പെടാം. അങ്ങനെ സഹോദരന്മാരും സുഹൃത്തുക്കളും അവരുടെ പാളയത്തിലേക്ക് പിൻവാങ്ങി. അവർ രാത്രി വിശ്രമിച്ചു. മധുരയിൽ വെച്ച് സംഭവിച്ച കൃഷ്ണന്റെ വില്ലൊടിക്കൽ യഥാർത്ഥത്തിൽ കംസനെ ഭയപ്പെടുത്തി. അദ്ദേഹത്തിന് രാത്രിയിൽ ഒരു പോള കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നത്തിൽ പോലും കൃഷ്ണൻ എന്ന മഹാവിപത്ത് മാത്രമാണ് വെളിപ്പെടുന്നത്. അതിരാവിലെ എഴുന്നേറ്റ കംസൻ തൻ്റെ മന്ത്രിയെ വിളിച്ച് കുവലയപീഡൻ എന്ന ആനയെ പ്രധാന കവാടത്തിനു മധ്യത്തിൽ നിർത്താൻ ആജ്ഞാപിച്ചു. പ്രധാന കവാടത്തിലൂടെ കോട്ടയിലേക്ക് പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടാൽ ആന 2 കുട്ടികളെയും കൊല്ലുമെന്ന് അദ്ദേഹം കരുതി. അവിടെ ഉദ്യാനത്തിൽ നിന്നും കൃഷ്ണനും ബലരാമനും ഗുസ്തിക്കാരുടെ വേഷത്തിൽ കോട്ടയിലേക്ക് പുറപ്പെട്ടു. കവാടത്തിൽ ആന വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ പാപ്പാനോട് ഉറക്കെ ചോദിച്ചു, ഹേ പാപ്പാനെ, ആനയെ വഴിയുടെ മധ്യത്തിൽ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? അതിനെ മുന്നോട്ടോ പിന്നോട്ടോ നീക്കുക. എന്നാൽ ആനയെ വഴിയിൽ നിന്നും മാറ്റുന്നതിന് പകരം പാപ്പാൻ അതിനെ അവരുടെ നേരെ തിരിച്ചുവിട്ടു. ആന ആക്രമിക്കുന്നതിന് മുൻപ് ബലരാമൻ അതിൻ്റെ തുമ്പിക്കൈയിൽ പിടികൂടി. കൃഷ്ണൻ അതിൻ്റെ വാലിൽ പിടിച്ചു. 2 പേരും ആനയെ കവാടത്തിൽ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോയി വായുവിലേക്ക് വലിച്ചെറിഞ്ഞു. ആന ഒരു വലിയ ഹുങ്കാര ശബ്ദത്തോടെ നിലത്ത് വീഴുകയും തൽക്ഷണം ചാവുകയും ചെയ്തു. ആനയുടെ ദാരുണാന്ത്യമറിഞ്ഞ കംസൻ കൂടുതൽ പരിഭ്രാന്തനായി. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ കഴിയുന്നതിന് മുൻപ് ഭഗവാൻ കൃഷ്ണനും ബലരാമനും മല്ലയുദ്ധ ഗോദയിലേക്ക് പ്രവേശിച്ചു. ഗോദയിലേക്ക് പ്രവേശിച്ച ഭഗവാനെ കാണികൾ അവരവരുടെ വികാരങ്ങൾക്കനുസൃതമായി കണ്ടു. പുരുഷന്മാർ ഭഗവാനെ ഒരു രത്നമായി കണ്ടു. സ്ത്രീകൾ അദ്ദേഹത്തെ കാമദേവന്റെ അവതാരമായി കണ്ടു. ഗോപാലകർ തങ്ങളുടെ സ്വാഭാവിക സുഹൃത്തായി കണ്ടു. കംസന് അവൻ മരണമായി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവൻ്റെ മാതാപിതാക്കൾക്ക് അവരിരുവരെയും കൊച്ചു കുട്ടികളായി മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ആൺകുട്ടികളുടെ വേഷത്തിൽ വരുന്ന അവരിൽ ആധ്യാത്മികത മാത്രമാണ് ഋഷിമാരും സന്യാസിമാരും കണ്ടത്. പണ്ഡിതന്മാർക്ക് അവൻ്റെ വിശ്വരൂപത്താൽ, യാദവർക്ക് അവൻ അവരുടെ രക്ഷാധികാരി ദൈവമായി പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനും ബലരാമനും ഗോദയിൽ പ്രവേശിച്ച ഉടൻ അവിടെ സന്നിഹിതരായിരിക്കുന്ന ഗുസ്തിക്കാർ ആക്രാന്തത്തോടെ ചാടിയെണീറ്റു. ഒരു ഗുസ്തിക്കാരനായ ചാനൂരൻ കൃഷ്ണനെയും മുഷ്ടികൻ എന്നു പേരുള്ള മറ്റൊരു ഗുസ്തിക്കാരൻ ബലരാമനെയും ഗോദയിലേക്ക് വലിച്ചിഴച്ചു. അവർ ബാലകരോട് പറഞ്ഞു, നിങ്ങളും ഞങ്ങളും മഹാനായ രാജാവായ കംസന്റെ പ്രജകളാണ്. നമ്മുടെ കലയും വൈദ്യുതിയും കൊണ്ട് നമ്മുടെ രാജാവിനെ പ്രീതിപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. മാത്രവുമല്ല, നമുക്ക് ധാരാളം പ്രതിഫലങ്ങളും ലഭിക്കും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഓ മല്ലന്മാരെ, നിങ്ങൾ പരസ്പരം പോരടിക്കൂ. ഞങ്ങൾ ഇപ്പോഴും കുട്ടികളാണ്. അതിനാൽ നിങ്ങളുടെ പോരാട്ടം ഞങ്ങൾ മാറി നിന്ന് വീക്ഷിക്കും. ക്ഷുഭിതനായിക്കൊണ്ട് ചാനൂരാൻ പറഞ്ഞു, അല്ല, നിങ്ങൾ കൊച്ചുകുട്ടിയോ കൗമാരക്കാരോ അല്ല. നിങ്ങൾ ഏറ്റവും ശക്തനായ ആനയേക്കാൾ ശക്തനാണ്. 1000 ആനകളേക്കാൾ ശക്തനായ കുവലപീഡനെ നിങ്ങൾ കൊന്നു. അങ്ങനെ ഈ 2 സഹോദരന്മാരും രാജകീയ ഗുസ്തിക്കാരുമായി ഗുസ്തി പിടിക്കാൻ നിർബന്ധിതരായി.
അധികം വൈകാതെ ബലരാമൻ മുഷ്ടികനെ ശക്തമായി നിലത്തേക്ക് മലർത്തിയടിച്ചതിനാൽ അയാൾ മരിച്ചു. രണ്ടാമത്തെ ഗുസ്തിക്കാരനായ ചാനൂരനെ കൃഷ്ണനും അതുപോലെ കൊന്നു. ബാക്കിയുള്ള എല്ലാ ഗുസ്തിക്കാർക്കും സമാനമായ വിധി നേരിടേണ്ടി വന്നു. അവിടെ സന്നിഹിതരായ വലിയ ജനക്കൂട്ടം അവരെ ആനന്ദത്തോടെ കൈയടിച്ച് അഭിനന്ദിച്ചു. സ്വന്തം ഗുസ്തിക്കാരുടെ നാണംകെട്ട പരാജയം കണ്ട് കോപാകുലനായ കംസൻ പ്രഖ്യാപിച്ചു, എല്ലാ എതിരാളികളെയും ബന്ധിപ്പിക്കുക. ഉഗ്രസേനൻ, ദേവകി, വസുദേവൻ, നന്ദൻ എന്നിവരെയും ബന്ധിപ്പിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവരിക. ആ ആജ്ഞ സഹിക്കാനാവാതെ ഭഗവാൻ കൃഷ്ണൻ ഒറ്റച്ചാട്ടത്തിൽ തന്നെ കംസൻ ഇരുന്നിരുന്ന വേദിയിലേക്ക് പ്രവേശിച്ചു. ഭഗവാൻ കൃഷ്ണൻ അവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു പറഞ്ഞു, ഓ കംസ, നീ ഒരിക്കൽ നിസ്സഹായിയായ ഒരു സ്ത്രീയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചില്ലേ? അവരുടെ ആ അപമാനത്തിന് ഞാൻ പ്രതികാരം ചെയ്തു. ഇപ്പോൾ നിന്റെ ക്രൂരതകൾക്ക് പ്രതിഫലം ലഭിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ കംസനെ മുടിയിൽ പിടിച്ച് ചുറ്റിത്തിരിയുവാൻ തുടങ്ങുകയും വേദിയിൽ നിന്ന് താഴേക്കെറിയുകയും ചെയ്തു. മുകളിൽ നിന്നും കൃഷ്ണൻ കംസന്റെ നെഞ്ചിലേക്ക് ചാടി. തൽക്ഷണം കംസൻ മരിച്ചു. അങ്ങനെ കാലനേമി എന്ന അസുരന്റെ പുനർജന്മമായ കംസന് മോക്ഷം ലഭിച്ചു. ഭഗവാൻ കൃഷ്ണൻ മാതാപിതാക്കളെ തടവിൽ നിന്ന് മോചിപ്പിക്കുകയും മാതൃപിതാവായ ഉഗ്രസേനനെ മധുരയുടെ രാജാവായി കിരീടധാരണം നടത്തുകയും ചെയ്തു. രാജകീയ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ശുദ്ധീകരണ ക്രിയകൾ നടത്തി. അതിനുശേഷം ഔപചാരിക വിദ്യാഭ്യാസത്തിനായി അവൻ സന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചു. അസാധാരണ പ്രതിഭാശാലിയായ കൃഷ്ണൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ അറിവുകളും വിജയകരമായി സ്വായത്തമാക്കി. ഗുരുദക്ഷിണയായി കൃഷ്ണൻ സന്ദീപിനിയുടെ മരിച്ചുപോയ പുത്രന്മാരെ യമരാജന്റെ വാസസ്ഥലത്തു നിന്ന് തിരികെ കൊണ്ടുവന്നു. തുടർന്ന് വിശുദ്ധ സ്നാനം നടത്തിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ മധുരയിൽ തങ്ങി. അവിടെ രാജകീയ ആഡംബരങ്ങളിലും മാഹാത്മ്യത്തിലും ജീവിച്ചിരുന്നെങ്കിലും നിസ്സംഗനായി തുടർന്നു. തൻ്റെ പ്രിയപ്പെട്ട ആശ്രിതരുടെയും സുഹൃത്തുക്കളുടെയും വ്രജത്തിലെ മറ്റു ആളുകളുടെയും സ്മരണകൾ അദ്ദേഹത്തെ നിരന്തരം നോവിച്ചുകൊണ്ടിരുന്നു. യാദവകുല മന്ത്രിയായ ബൃഹസ്പതിയുടെ പുത്രൻ സാവന്ത ഉദ്ധവൻ കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ഭഗവാന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ സുഹൃത്തായ കൃഷ്ണന്റെ വിഷമം കണ്ട ഉദ്ധവൻ ചോദിച്ചു, മധുരനാഥ, താങ്കൾ അതിയായ അസ്വസ്ഥത അനുഭവിക്കുന്നതായി തോന്നുന്നു. എന്താണ് താങ്കളെ ഇത്രമാത്രം അലട്ടുന്നത്? അപ്പോൾ കൃഷ്ണൻ മറുപടി പറഞ്ഞു, ഉദ്ധവ, ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. വൃന്ദാവനത്തിലെ എൻ്റെ ദിനങ്ങൾ എന്നെ അത്യധികം അലട്ടുന്നു. ദയവായി നീ വൃന്ദാവനത്തിൽ പോയി അവിടെയുള്ള ഗോപികമാരെക്കുറിച്ചുള്ള വാർത്തകൾ അറിയുക. എൻ്റെ സന്ദേശവും അവർക്ക് കൈമാറുക. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവനെ തൻ്റെ വസ്ത്രം ധരിപ്പിച്ച് സ്വന്തം രഥത്തിൽ വ്രജത്തിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹം നന്ദൻ്റെ ഭവനത്തിൽ താമസിച്ചു. രാത്രിയിൽ ഉദ്ധവൻ നന്ദൻ്റെയും യശോദയുടെയും ക്ഷേമത്തെക്കുറിച്ചും വ്രജത്തിനെക്കുറിച്ചും പൊതുവെ അന്വേഷിച്ചു. പിറ്റേന്ന് ഉദ്ധവൻ എത്തിയ വാർത്തയറിഞ്ഞ ഗോപികമാർ നന്ദൻ്റെ വസതിയിലും പരിസരത്തും തടിച്ചുകൂടി. പ്രവേശന കവാടത്തിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന രഥം അവർ തിരിച്ചറിഞ്ഞു. കൃഷ്ണനും ബലരാമനും മധുരയിലേക്ക് പുറപ്പെട്ട അതേ രഥമായിരുന്നത്. ആദ്യം അവർ കരുതിയത് തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ തിരിച്ചെത്തി എന്നാണ്. എന്നാൽ ആരോ അവരെ ബോധ്യപ്പെടുത്തി അത് കൃഷ്ണന്റെ സുഹൃത്തായ സാവന്ത ഉദ്ധവനാണെന്നും നമ്മളോട് ആധ്യാത്മിക അറിവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ വന്നതാണെന്നും. താമസിയാതെ ഉദ്ധവൻ പുറത്തു വന്ന് ഉറക്കെ പറഞ്ഞു, ഗോപികമാരെ, എൻ്റെ പ്രഭാഷണം ശ്രദ്ധിക്കുവിൻ. എന്നാൽ ഗോപികമാർ അദ്ദേഹത്തെ കേൾക്കുന്നതിന് പകരം ചെവി പൊത്തിപ്പിടിച്ചു. അതിൽ അപമാനിതനായ ഉദ്ധവൻ അവരുടെ പെരുമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. ഗോപികമാർ അവനോട് പറഞ്ഞു, ഓ മാന്യനെ, ഒന്നാമതായി ഞങ്ങൾക്ക് നിങ്ങളെ പരിചയമില്ല. രണ്ടാമതായി നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ സന്ദേശം നൽകുകയാണെങ്കിൽ അത് കേൾക്കുവാൻ 1000 കാതുകൾ നൽകും ഞങ്ങൾ. തുടർന്ന് ഉദ്ധവൻ ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ ഉറ്റ സുഹൃത്താണെന്ന് സ്വയം പരിചയപ്പെടുത്തി. ഗോപികമാർ ഉദ്ധവിനെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തോട് ആദരപൂർവ്വം പെരുമാറുകയും ചെയ്തു. ഉദ്ധവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി, ഓ ഗോപികമാരെ, നിങ്ങൾ നിങ്ങളുടെ പ്രിയ സുഹൃത്തായി പ്രഖ്യാപിക്കുന്ന വ്യക്തിക്ക് അമ്മയെയോ പിതാവിനെയോ മറ്റ് ബന്ധങ്ങളെയോ തിരിച്ചറിയാൻ കഴിയില്ല. അദ്ദേഹത്തിന് രൂപമോ നിറമോ ശരീരമോ ഇല്ല. അദ്ദേഹം എല്ലാറ്റിനും ഉപരിയാണ്. സർവ്വവ്യാപിയും ആനന്ദദാതാവുമാണ്. അദ്ദേഹം ഒരിക്കലും തൻ്റെ ഭക്തരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും വേർപിരിയുന്നില്ല. നിങ്ങളും ആ പരമാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും എന്നേക്കും സന്തോഷിക്കുകയും ചെയ്യുക. അപ്പോൾ ഗോപികമാർ പറഞ്ഞു, ഉദ്ധവരെ, ഘനശ്യാമൻ ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്നിടത്തോളം കാലം ഞങ്ങൾ അവനിൽ അനന്തമായ ഗുണങ്ങൾ കണ്ടു. എന്നാൽ അദ്ദേഹം മധുരയിൽ താമസിച്ച 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളെയും തുടച്ചു നീക്കിക്കൊണ്ട് സദ്ഗുണരഹിതനാക്കി. ഏത് വായ് കൊണ്ടാണ് അദ്ദേഹം വെണ്ണ കഴിച്ചത്? ഏത് കൈകൊണ്ടാണ് കുടങ്ങൾ ഉടച്ചത്? ഏത് കാലുകൾ കൊണ്ടാണ് കാട്ടിലൂടെ പശുക്കളെ മേച്ചത്? ഏത് കാലുകൾ കൊണ്ടാണ് അദ്ദേഹം കാളിയൻ്റെ ഫണങ്ങൾക്ക് മുകളിൽ നൃത്തം ചെയ്തത് എന്ന് പറയൂ. അദ്ദേഹം മറ്റൊരു കൃഷ്ണനായിരുന്നോ? ഗോപികമാരുടെ കഠിനമായ പ്രതികരണം ഉദ്ധവിനെ ഞെട്ടിച്ചു. എനിക്കെവിടെയാണ് പിഴച്ചതെന്ന് അയാൾ ചിന്തിച്ചു. വേദാന്തങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അറിവ് അത്യധികം സ്നേഹത്താൽ മുങ്ങിപ്പോയ ഗോപികമാരിൽ ഫലപ്രദമാകില്ലെന്ന് തെളിഞ്ഞു.
മറുവശത്ത് അതിഥിയോട് അപമര്യാദയോടെ പെരുമാറിയതിൽ ഗോപികമാർക്കും ലജ്ജ തോന്നി. എന്നാൽ അവരുടെ പ്രണയത്തെ അപലപിക്കുന്ന അത്തരം പ്രസംഗങ്ങൾ കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, അവർ വളരെ കാലമായി അടക്കി വച്ചിരുന്ന വികാരം പ്രകടിപ്പിച്ചു. അതേ ദിവസം ഒരു തേനീച്ച രാധയുടെ കാൽക്കൽ അതൊരു താമരയാണെന്ന് ധരിച്ചിരുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടി എല്ലാ ഗോപികമാരും പറഞ്ഞു, ഹേ തേനീച്ചേ, ഞങ്ങളുടെ രാധയുടെ പാദങ്ങളിൽ തൊടാൻ നീ ധൈര്യപ്പെട്ടാൽ നീ സൂക്ഷിക്കണം. നീ കൃഷ്ണൻ്റെ ശിഷ്യനാണെന്ന് തോന്നുന്നു. നിന്റെ സുഹൃത്തിൻ്റെ ഗുണങ്ങളെയും പ്രവൃത്തികളെയും കുറിച്ച് ഇപ്പോൾ ഒരു രഹസ്യവുമില്ല. പക്ഷേ അവനും നിങ്ങളും സൗഹൃദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. നീ കറുത്തവനാണ്. നിന്റെ സുഹൃത്തിന് കറുത്ത ഹൃദയമുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഗുണങ്ങൾ ഒന്നു തന്നെയാണ്. ആദ്യം അവൻ നമ്മെ സ്നേഹത്തിൽ ലയിപ്പിച്ചു. പിന്നീട് എന്നേക്കുമായി ഞങ്ങളെ നിഷ്കരണം ഉപേക്ഷിച്ചു. അവൻ ഞങ്ങളോട് ഖേദിക്കുന്നില്ല. പക്ഷേ ലക്ഷ്മി എന്തിനാണ് ആ പാദങ്ങൾ സേവിക്കുന്നത്? അവർ നമ്മളെപ്പോലെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. ഓ തേനീച്ചയെ, നീയും ഞങ്ങളോട് പ്രസംഗിക്കാൻ ഇവിടെ വന്ന ഒരു ബഹുമുഖ പ്രതിഭയെപ്പോലെയാണ് കാണപ്പെടുന്നത്. എന്നാൽ വൃന്ദാവനത്തിൽ നിങ്ങൾക്ക് പ്രേക്ഷകരെ ലഭിക്കില്ല. നീ മധുരയിലേക്ക് പോകുന്നതാണ് നല്ലത്. അവിടെ കുബ്ജയുണ്ട്. അവളോട് പോയി നിന്റെ കഥ പറയൂ. അവളിൽ നിന്ന് നിനക്ക് ധാരാളം സംഭാവനകൾ ലഭിക്കും. ഇവിടെയുള്ള ഗോപികമാരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ്? തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനിൽ നിന്നുള്ള വേർപിരിയൽ കാരണം അവർക്ക് ഇതിനകം മാനസിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ എന്തിനാണ് കൃഷ്ണനെ സ്നേഹിച്ചതെന്നാണ് നീ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഹേ തേനീച്ചേ, ഞങ്ങൾക്കറിയില്ല. എന്നാൽ കൃഷ്ണനോടുള്ള ഞങ്ങളുടെ സ്നേഹം തെറ്റല്ല എന്ന് ഞങ്ങൾക്കറിയാം. ലക്ഷ്മി ദേവി പോലും ഒരു നിമിഷം പോലും അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഉപേക്ഷിക്കേണ്ടത്? ഹേ തേനീച്ചയെ, നീ ഞങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വന്നതാണോ? അവൻ്റെ ലജ്ജയിൽ നിന്നും മുക്തനാവാത്തതിനാൽ ബധിരരും മൂകരുമായ ഗോപികമാരെ ആശ്വസിപ്പിക്കാൻ അവൻ നിങ്ങളെ അയച്ചു. എന്നാൽ രാധയുടെ പാദങ്ങളിൽ സ്പർശിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നീ പോവുക. നിന്റെ സുഹൃത്തിൻ്റെ മുഖസ്തുതിയും പ്രണയവും ഞങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. നശ്വരമായ കാര്യങ്ങളോടുള്ള ഇഷ്ടം ഉപേക്ഷിച്ച് ആ നിത്യനെ ഞങ്ങൾ സ്നേഹിച്ചു. എന്നിട്ടും അവൻ ഞങ്ങളെ ഉപേക്ഷിച്ചു. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിനക്ക് ഊഹിക്കാമോ? പറയൂ ഉദ്ധവ, ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ശ്രീകൃഷ്ണനെ വീണ്ടും കാണാൻ കഴിയുമോ? ഗോപികമാരുടെ ദാരുണമായ കഥ കേട്ടപ്പോൾ ഉദ്ധവിനും അവരോട് വളരെയധികം സഹതാപം തോന്നി. മധുരനാഥനായ കൃഷ്ണൻ ആ ഗോപികമാരെ അവഗണിക്കുകയാണ്. ഉദ്ധവൻ 6 മാസം വൃന്ദാവനത്തിൽ താമസിച്ചു. കൃഷ്ണൻ ഒരിക്കൽ കളിച്ചുല്ലസിച്ച എല്ലാ സ്ഥലങ്ങളും അദ്ദേഹം അവിടെ കണ്ടു. മധുരയിലേക്ക് മടങ്ങവേ മാതാവ് യശോദ അവന് വെണ്ണ സമ്മാനിച്ചു. രാധ അദ്ദേഹത്തിന് ഓടക്കുഴൽ സമർപ്പിച്ചു. അങ്ങനെ അവരുടെ സ്നേഹത്തിൽ മുഴുകി അതിൻ്റെ വികാരങ്ങളിൽ മതിമറന്ന് ഉദ്ധവൻ മധുരയിൽ തിരിച്ചെത്തി കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, വൃന്ദാവനത്തിൽ ഞാൻ കണ്ട സ്നേഹത്തിൻ്റെ യഥാർത്ഥ രൂപം മാത്രമാണ് സത്യം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, നീ കരയുകയാണ്, എന്നെ ശ്രദ്ധിക്കൂ. ഉദ്ധവൻ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. ഭഗവാന്റെ ഓരോ മുടിയിലും ഗോപികമാരുണ്ടായിരുന്നു. ഉദ്ധവൻ തീർച്ചയായും ഒരു സാവന്തനായിരുന്നു. എന്നാൽ ഭഗവാൻ അദ്ദേഹത്തെ വൃന്ദാവനത്തിലേക്ക് അയച്ചത് സ്നേഹത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കംസന്റെ മരണശേഷം വിധവകളായ രാജ്ഞിമാരായ ആസ്തിയും പ്രാപ്തിയും അവരുടെ പിതാവായ ജരാസന്ധന്റെ വീട്ടിലേക്ക് മടങ്ങി. കൃഷ്ണനും ബലരാമനും ചേർന്ന് തങ്ങളുടെ ഭർത്താവായ കംസനെ കൊന്നതായി അറിയിച്ചു. വാർത്ത കേട്ട് കോപാകുലനായ ജരാസന്ധൻ ഉടൻ തന്നെ മധുരയിൽ ഒരു വലിയ ആക്രമണം അഴിച്ചുവിട്ടു. ജരാസന്ധന്റെ സൈന്യത്തിന്റെ ശക്തിയിൽ മധുരയിലെ ജനങ്ങൾ ഭയന്ന് വിറച്ചു. അതിൽ ഭഗവാൻ കൃഷ്ണനും ആഴത്തിലുള്ള ചിന്തയിലായി. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ദിവ്യായുധങ്ങളും രഥങ്ങളും പ്രത്യക്ഷപ്പെട്ടത്. സഹോദരങ്ങൾ രണ്ടുപേരും ആയുധങ്ങൾ എടുത്ത് രഥത്തിൽ കയറി. പിന്നീട് അവർ ഒരു ഘോരമായ യുദ്ധം നടത്തിയാണ് ജരാസന്ധന്റെ മുഴുവൻ സൈന്യത്തെയും വധിച്ചത്. ബലരാമൻ കോപാകുലനായി ജരാസന്ധനെ പിടികൂടി കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ അവനെ തടഞ്ഞു. തുടർന്നവൻ ജരാസന്ധനെ പരിക്കേൽപ്പിക്കാതെ വിട്ടയച്ചു. തൻ്റെ നിസ്സഹായാവസ്ഥ കാരണം കൃഷ്ണൻ വിട്ടയച്ചതിൽ ജരാസന്ധൻ സ്വയം ലജ്ജിതനായി. പരാശരൻ പറയുന്നു, ലജ്ജാകരമായ തോൽവിക്ക് ശേഷവും ജരാസന്ധൻ വലിയ സൈന്യങ്ങളുമായി 17 തവണ മധുരയെ ആക്രമിച്ചു. എന്നാൽ ഓരോ തവണയും ഭഗവാൻ അവനെ പരാജയപ്പെടുത്തി ദയയോടെ വിട്ടയച്ചു. ആ ഓരോ തവണയും അപമാനിതനായി മടങ്ങി. ഒടുവിൽ മധുരയെ ആക്രമിക്കുന്നതിന് പകരം ശ്രീകൃഷ്ണനെ നേരിട്ട് ആക്രമിക്കാൻ ജരാസന്ധൻ കല്യയവനനെ അയച്ചു. കല്യയവനൻ 1 കോടി ശക്തരായ മ്ലേച്ഛന്മാരായ സൈനികരുമായി മധുരയെ ആക്രമിക്കുന്നു. ഇത്തവണ പ്രത്യാക്രമണത്തിന് മുതിരാതെ മധുര വിട്ടു പോകുവാൻ ഭഗവാൻ കൃഷ്ണൻ തീരുമാനിച്ചു. വിശ്വകർമാവിൻ്റെ സഹായത്തോടെ ദ്വാരകാപുരി നിർമ്മിച്ച് മധുരയിലെ എല്ലാ ജനങ്ങളെയും അവിടെ താമസിപ്പിച്ചു. പിന്നീട് നിരായുധനായി ഭഗവാൻ കൃഷ്ണൻ കല്യയവനൻ്റെ മുൻപിൽ എത്തുവാൻ തീരുമാനമെടുക്കുന്നു. നാരദൻ ചൂണ്ടിക്കാണിച്ചതിന് പ്രകാരം കല്യയവനൻ കൃഷ്ണനെ തിരിച്ചറിഞ്ഞ് പിന്തുടരുവാൻ തുടങ്ങി. കല്യയവനൻ കൃഷ്ണനെ വെല്ലുവിളിച്ചു. പക്ഷേ ഭഗവാൻ അവൻ്റെ വെല്ലുവിളികൾ ശ്രദ്ധിക്കാതെ മുഖം തിരിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കല്യയവനൻ അവനെ വളരെ നേരം പിന്തുടർന്നു. പക്ഷേ പിടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഭഗവാൻ ഒരു ഗുഹയിൽ പ്രവേശിച്ചു.
കല്യ യവനനും അദ്ദേഹത്തെ അനുഗമിച്ച് ഗുഹയിലേക്ക് കയറിപ്പോയി. ഗുഹയിൽ ഒരാൾ ഉറങ്ങുന്നത് ഭഗവാൻ കണ്ടു. ആ മനുഷ്യനെ തൻ്റെ മഞ്ഞ വസ്ത്രം കൊണ്ട് മൂടി ഗുഹയ്ക്കുള്ളിൽ വ്യക്തത വരുത്തി. കല്യ യവനനും അവിടെ എത്തിയപ്പോൾ ഉറങ്ങുന്ന മനുഷ്യനെ കണ്ടു. അയാൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, ധീരന്മാർ ഉറങ്ങുന്നവരെ ആക്രമിക്കില്ലെന്ന് നീ കരുതിയിരിക്കാം. അതിനാൽ ഞാൻ നിന്നെ ഉണർത്തി വധിക്കും. ഇത്രയും പറഞ്ഞ് കല്യയവൻ ഉറങ്ങുന്ന മനുഷ്യനെ ശക്തമായി ചവിട്ടി. ഞെട്ടിയുണർന്ന് ആ മനുഷ്യൻ കല്യയവനെ നോക്കിയ ഉടൻ അവൻ കത്തി ജ്വലിച്ച് അമർന്നു. അപ്പോൾ മൈത്രേയൻ ചോദിച്ചു, ഗുരുദേവ, ആ ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യൻ ആരായിരുന്നു? പ്രിയമുള്ളവനെ, ഉറങ്ങിക്കിടന്നിരുന്ന ആ മനുഷ്യൻ മന്ദത രാജാവിൻ്റെ പുത്രനായ മുച്കുന്ദനായിരുന്നു. സത്യയുഗത്തിൽ അസുരന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ ദേവന്മാർ മുച്കന്ദൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തി. അതിൽ സന്തുഷ്ടരായ അവർ അദ്ദേഹത്തോട് ഒരു വരം അഭ്യർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മുച്കുന്ദൻ ദൈവത്തെ സ്പഷ്ടമായ രൂപത്തിൽ കാണുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ദ്വാപരയുഗത്തിൽ അദ്ദേഹത്തിന് ദൈവത്തെ കാണാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ദ്വാപരയുഗത്തിലേക്ക് ഒരുപാട് കാലദൈർഘ്യം ഉള്ളതിനാൽ മുച്കുന്ദൻ ചോദിച്ചു, ഇത്രയും കാലദൈർഘ്യം ഞാൻ എന്തു ചെയ്യണം? എവിടെയെങ്കിലും ഉറങ്ങുവാൻ ദേവന്മാർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അദ്ദേഹത്തെ ഉണർത്തുന്ന ആൾ ആരാണോ അയാൾ നിങ്ങളുടെ ദൃഷ്ടിയിനാൽ ദഹിപ്പിക്കപ്പെടുമെന്ന വരവും നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ കല്യ യവനനെ ദഹിപ്പിക്കാനും തൻ്റെ ദിവ്യരൂപം വെളിപ്പെടുത്തുവാനും ഭഗവാൻ മുച്കുന്ദൻ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. മുച്കുന്ദൻ ചതുർഭുജ രൂപത്തിൽ ദൈവദർശനം നേടി. ദർശനം ലഭിച്ചതിനാൽ 3 ജന്മങ്ങൾ ഭക്തിയോടെ ജീവിക്കുവാനുള്ള വരം മുച്കുന്ദൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭഗവാൻ മ്ലേച്ഛ സൈനികരെ പരാജയപ്പെടുത്തി അവരുടെ എല്ലാ സമ്പത്തും പിടിച്ചെടുത്തു. ജരാസന്ധനെയും പരാജയപ്പെടുത്തി ദ്വാരകയിലെ ജനങ്ങൾക്ക് വലിയ സന്തോഷം നൽകി. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ അനർത്ഥയിലെ രാജാവായ രൈവതൻ്റെ മകളെ ബലരാമന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഭീഷ്മകൻ വിദർഭയിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിന് 5 ആൺമക്കളും മകളായി രുക്മിണിയും ഉണ്ടായിരുന്നു. ഭീഷ്മകന്റെ മൂത്ത പുത്രനായ രുക്മി ചേദിയുടെ രാജകുമാരനായ ശിശുപാലനുമായി തൻ്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയം ഉറപ്പിച്ചിരുന്നു. നാരദന് ഈ പുരോഗതി ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വിദർഭയിലെ തലസ്ഥാനമായ കുന്ദൻപൂരിലെ കൊട്ടാരത്തിലെത്തി രാജാവിനെ കണ്ടു. ഹേ രാജാവേ, ഞാൻ ദ്വാരകയിൽ നിന്നാണ് വരുന്നത്. അല്ലയോ മഹാമുനെ, ദ്വാരക എന്ന് പേരുള്ള ഒരു നഗരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഭീഷ്മകൻ തൻ്റെ അജ്ഞത വെളിപ്പെടുത്തി. അങ്ങനെ ഭീഷ്മകന് നാരദൻ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതത്തെക്കുറിച്ചും ദ്വാരകയുടെ മഹത്വത്തെക്കുറിച്ചും വിവരിച്ചു. ഭീഷ്മകൻ അവയെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. അദ്ദേഹത്തിൻ്റെ പുത്രി രുക്മിണിയും ആ കഥ ആസ്വദിച്ചു. എന്നാൽ ഭീഷ്മകന്റെ മൂത്ത പുത്രനായ രുക്മിക്ക് കൃഷ്ണനോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പിതാവിൻ്റെ ആഗ്രഹം അവഗണിച്ച് സഹോദരിയെ ശ്രീകൃഷ്ണന് വിവാഹം കഴിച്ചു നൽകാൻ തയ്യാറായില്ല. നിശ്ചയിച്ച ദിവസം ശിശുപാലൻ രുക്മിണിയെ വിവാഹം കഴിക്കാൻ ഒരു ഘോഷയാത്രയായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ രുക്മിണി ഭഗവാൻ കൃഷ്ണനെ വിവാഹം കഴിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. ഒരു വിശ്വസ്തനായ ബ്രാഹ്മണൻ മുഖേന അവൾ കൃഷ്ണന് ഒരു പ്രണയലേഖനം അയക്കുകയും മരണം വരെ ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ അവളുടെ കത്ത് വായിച്ചു. ഓ ത്രിലോകനാഥ, ഈ കാതുകൾ നിങ്ങളുടെ ഗുണങ്ങളെയും പ്രവൃത്തികളെയും സ്വഭാവത്തെയും കേളികളെയും കുറിച്ച് കേട്ട നിമിഷം മുതൽ എൻ്റെ ആത്മാവ് ദിവ്യമായ സമാധാനം അനുഭവിക്കുന്നു. ഓ അച്യുത, എൻ്റെ മനസ്സ് നിന്റെ പാദങ്ങളിൽ സമർപ്പിതമാണ്. ഈ രുക്മിണി മനുഷ്യരിൽ മഹാനായ നിങ്ങളുടെ പാദങ്ങളിൽ സ്വയം സമർപ്പിതയായിരിക്കുന്നു. ഇനി ഒരു കുറുക്കനും സിംഹത്തിൻ്റെ പങ്ക് അപഹരിക്കാൻ കഴിയാതെ നോക്കേണ്ടത് നിങ്ങളാണ്. കത്തിൻ്റെ വാഹകനായ ബ്രാഹ്മണൻ ഭഗവാന്റെ ഉറപ്പോടെ കുന്ദൻപൂരിലേക്ക് മടങ്ങി. ഭഗവാനും തേരാളിയെ വിളിച്ച് കുന്ദൻപൂരിലേക്ക് പുറപ്പെട്ടു. അവിടെ കുന്ദൻപൂരിൽ ദൂതനായ ബ്രാഹ്മണിൽ നിന്ന് ലഭിച്ച ശുഭസൂചനയ്ക്ക് ശേഷം ഭഗവാന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു രുക്മിണി. കന്ദൻപൂരിൽ രുക്മിണിയുടെയും ശിശുപാലൻ്റെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നു. എല്ലാ വീടുകളും തെരുവുകളും വഴികളും വൃത്തിയായി സുഗന്ധദ്രവ്യങ്ങൾ തളിച്ചു. എല്ലാ പുരുഷന്മാരും സ്ത്രീകളും പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചു. ഭീഷ്മക രാജാവ് തൻ്റെ പൂർവികരെയും ദേവന്മാരെയും ആരാധിക്കുകയും ബ്രാഹ്മണരെ ഉദാരമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു. അതിസുന്ദരിയായ രാജകുമാരി രുക്മിണിയെ ആചാരപരമായി കുളിപ്പിക്കുകയും ശുഭകരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിപ്പിക്കുകയും ചെയ്തു. ചേദിയിലെ രാജാവായ ദമഘോഷൻ പുത്രനായ ശിശുപാലൻ്റെ വിവാഹത്തിന് ബ്രാഹ്മണർ മംഗളകരമായ ചടങ്ങുകൾ നടത്തിക്കൊടുത്തു. വിവാഹ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെല്ലാം ഗംഭീരമായ സ്വീകരണം നൽകി. സാൽവൻ, ജരാസന്ധൻ, ദന്തവക്രൻ, വിതുരഥൻ, പൗണ്ഡ്രകൻ തുടങ്ങിയ മഹാരാജാക്കന്മാർ വിവാഹ ഘോഷയാത്രയിൽ പങ്കെടുത്തു. കൃഷ്ണനെയും ബലരാമനെയും നേരിടുക എന്ന ഉദ്ദേശത്തോടെയാണ് അവർ തങ്ങളുടെ സൈന്യവുമായി എത്തിയത്. കൃഷ്ണനെ പിന്തുടർന്ന് ബലരാമനും 4 വിഭാഗങ്ങളുള്ള ചതുരംഗിണി സൈന്യവുമായി കന്ദൻപൂരിലേക്ക് പുറപ്പെട്ടു. കാരണം അവരുടെ എതിരാളികളുടെ തയ്യാറെടുപ്പിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. രുക്മിണി ഭഗവാന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ദ്വാരകനാഥൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ തീരുമാനിച്ചുവെന്ന വാർത്ത അവൾക്ക് ലഭിച്ചു. അവളുടെ മനസ്സിൽ ഒരു വികാരം പൂത്തുലഞ്ഞു.
മകളുടെ വിവാഹ ചടങ്ങിലേക്ക് കൃഷ്ണൻ നേരിട്ട് സന്നിഹിതനാവുന്നത് കണ്ട ഭീഷ്മക രാജാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ കണ്ട വിദർഭയിലെ സാധാരണക്കാർ പോലും പ്രാർത്ഥിച്ചു, നമ്മുടെ രാജകുമാരിയായ രുക്മിണിക്ക് ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കട്ടെ. അതേസമയം രുക്മിണി കൊട്ടാരത്തിൽ നിന്ന് അംബികാദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുവാനിറങ്ങി. കാവൽക്കാരായി നിരവധി അംഗരക്ഷകരും കൂടെയുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തിയ രുക്മിണി സമാധാനത്തോടെ പ്രാർത്ഥിച്ചു, അമ്മേ, അംബികേ, മാതാവേ, അങ്ങയെയും അങ്ങയുടെ മടിയിലിരിക്കുന്ന ഗണപതിയെയും ഞാൻ വന്ദിക്കുന്നു. എൻ്റെ ആഗ്രഹം സഫലമാക്കുവാനും ശ്രീകൃഷ്ണനെ എൻ്റെ ഭർത്താവായി ലഭിക്കാനും ഞാൻ നിങ്ങളുടെ അനുഗ്രഹം തേടുന്നു. തിരിച്ചു പോകുമ്പോൾ രുക്മിണി വളരെ സാവധാനം നടക്കുകയായിരുന്നു. കാരണം ഏതു നിമിഷവും വരാനിരിക്കുന്ന ഭഗവാന്റെ ആഗമനത്തിനായവൾ ഇമകൾ നട്ടു, കാതുകൾ കൂർപ്പിച്ചു. അപ്പോഴാണ് ഭഗവാൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവൾ അവളുടെ രഥത്തിൽ കയറാൻ തുടങ്ങുന്നതിന് മുൻപ് ഭഗവാൻ ജനാവലിക്കിടയിൽ നിന്നും അവളെ എടുത്തുയർത്തി. നൂറുകണക്കിന് രാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നും കൃഷ്ണനും ബലരാമനും രുക്മിണിയുമായി ഒളിച്ചോടി. രുക്മിണി കൃഷ്ണനോടൊപ്പം ഒളിച്ചോടിയ വാർത്ത കേട്ട രുക്മിയും അവിടെ ആഗതരായിരുന്ന മറ്റു രാജാക്കന്മാരും കോപത്താൽ തിളച്ചു. അവർ അവരുടെ വലിയ സൈന്യങ്ങളുടെ അകമ്പടിയോടെ അവരെ പിന്തുടരാൻ തീരുമാനിച്ചു. അവരെ പിന്തുടർന്നവരെ യാദവ സൈന്യം ധൈര്യത്തോടെ നേരിട്ടു. വിജയിക്കുവാനുള്ള യഥാർത്ഥ അഭിലാഷത്തോടെ ധീരരായ യാദവ സൈനികർ ശത്രുക്കളെ പരാജയപ്പെടുത്തി. ജരാസന്ധനെ പോലുള്ള എല്ലാ രാജാക്കന്മാരും ജീവരക്ഷാർത്ഥം ഓടിപ്പോയി. കൃഷ്ണന്റെ തടവിൽ നിന്ന് രുക്മിണിയെ മോചിപ്പിക്കാതെ കന്ദൻപൂരിൽ മുഖം കാണിക്കില്ലെന്ന് രുക്മി പ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം വളരെ കാലം ഭഗവാൻ കൃഷ്ണനെ പിന്തുടർന്നു. എന്നാൽ ദ്വാരകാനാഥൻ രുക്മിയെ പരാജയപ്പെടുത്തി തല മുണ്ഡനം ചെയ്തു. അങ്ങനെ എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ചവർ ഔപചാരികമായി വിവാഹിതരായി. ദ്വാരകയിലെ എല്ലാ ജനങ്ങളും ദിവസങ്ങളോളം ആ ഒത്തുചേരൽ ആഘോഷിച്ചു. ആളുകൾ അവർക്ക് ധാരാളം വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ നൽകി. ഭർത്താവായ കൃഷ്ണനോടൊപ്പം ലക്ഷ്മിയായി രുക്മിണിയെ കണ്ടതിൽ എല്ലാവരും അതിയായി സന്തോഷത്തിലായിരുന്നു. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ 14-ാം വീഡിയോ ഇവിടെ നിർത്തട്ടെ. 15-ാം വീഡിയോവിൽ കൃഷ്ണന്റെ വംശപരമ്പരകളുമായി വരാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.